ഹായ് ആൾ നമസ്കാരം. ഫസേര ഫാഷന്റെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് സ്വീൻ ടീച്ചർ UPS പാലക്കാട് എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ടാണ്. സ്വീൻ ടീച്ചർ പാലക്കാട് UPS എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. ആദ്യമായിട്ട് ഞാൻ സ്വീൻ ടീച്ചർ UPSന്റെ എക്സാമിന്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം എക്സാമിന്റെ ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 3-ാം തീയതിയാണ് അല്ലേ. ഓഗസ്റ്റ് 3-ാം തീയതിയാണ് എക്സാമിന്റെ ഡേറ്റ് വരുന്നത്. അതോടൊപ്പം തന്നെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇത് ഈ മാസം ജൂലൈ 20-ാം തീയതിക്ക് ശേഷം നമുക്ക് കേരള PSCയുടെ നമ്മളുടെ പ്രൊഫൈലിലൂടെ നമുക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ അപ്ലിക്കേഷൻസ് നമ്പേഴ്സും കൺഫർമേഷൻ കൊടുത്ത ആളുകൾ എത്രയാണെന്ന് നോക്കാം. നമ്മൾ ഇതിന്റെ മുന്നേ ഒരു സ്വീൻ ടീച്ചറിന്റെ സിലബസ് എക്സ്പ്ലനേഷന്റെ വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു. നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസും സിലബസ് എക്സ്പ്ലനേഷനും എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സിലബസൊന്നും സിലബസിലെ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു. അത് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണുക. ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ടോട്ടൽ നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് 583 ആണ് അല്ലെ. 583 583 പേരാണ് ടോട്ടൽ അപ്ലൈ ചെയ്തത്. ഈ പാലക്കാട് UPSലെ സ്വീൻ ടീച്ചർ എന്ന പോസ്റ്റിന് വേണ്ടിയിട്ട് കേരള PSCയുടെ വെബ്സൈറ്റ് ത്രൂ അപ്ലൈ ചെയ്ത ആളുകൾ 583 പേരായിരുന്നു. അതിനുശേഷം PSC കൺഫർമേഷൻ ചെയ്യാനുള്ള ഒരു സമയം നമുക്ക് തന്നിരുന്നു. ആ സമയത്തിന് ശേഷം ടോട്ടൽ കൺഫേം ചെയ്തത് 468 468 468 പേരാണ് കൺഫർമേഷൻ ചെയ്തത്. ഏകദേശം ഒരു 110-120ഓളം ആളുകൾ കൺഫർമേഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ 468 പേർക്ക് വേണ്ടിയിട്ടാണ് PSC ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ എക്സാമിന്റെ ഡീറ്റെയിൽസ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ 1.5 മണിക്കൂറായിരിക്കും നമ്മളുടെ എക്സാം. 100 മാർക്കിനാണ് എക്സാം വരുന്നത്. എക്സാമിന്റെ പാറ്റേൺ സിലബസും കാര്യങ്ങളും നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അത് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സിലബസും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക, അങ്ങനത്തെ സിലബസിന്റെ കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മൾ ഇതിന്റെ മുന്നേ ഒരു വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്തതാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളോട് ഇപ്പോൾ ഷെയർ ചെയ്യാൻ വിചാരിച്ച ആ മെയിൻ കാര്യം തന്നെയാണ് നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമ്മളുടെ എക്സാം ഓൺലൈൻ എക്സാം ആണ്. നമ്മളുടെ PSC എക്സാം സ്വീൻ ടീച്ചർ UPS പാലക്കാട് എഴുതാൻ പോകുന്ന എക്സാം ഒരു OMR ടൈപ്പ് എക്സാം അല്ല. PSCയുടെ ഡിസ്ട്രിക്ട് ഓഫീസിൽ വെച്ച് നടക്കുന്ന ഒരു ഓൺലൈൻ എക്സാം ആയിട്ടാണ് PSC ഈ എക്സാമിനെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ മുന്നേ ഓൺലൈൻ എക്സാം എഴുതിയ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അതിന്റെ ഫോർമാലിറ്റീസും പ്രൊസീജിയേഴ്സും അറിയുന്നതായിരിക്കും. അല്ലാത്തവർക്ക് പുതുതായിട്ട് എഴുതുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഓൺലൈൻ എക്സാം എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചില പേടിയും കാര്യങ്ങളൊക്കെ മനസ്സിലോട്ട് വരാം. പക്ഷെ അങ്ങനെ ഒന്നും പേടിക്കേണ്ട ആവശ്യം ഈ ഓൺലൈൻ എക്സാമിനില്ല. നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് തന്നെ ഈ ഓൺലൈൻ എക്സാംസിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെയാണെന്നുള്ളത് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതാണ്. PSCയുടെ ഓൺലൈൻ എക്സാം ആവുമ്പോൾ നമുക്ക് കുറെ ബെനിഫിറ്റ്സും ഉണ്ട്. ആ ബെനിഫിറ്റ്സ് എന്താണെന്നുള്ള കാര്യം കൂടി നമുക്ക് ഇതിൽ കൂടെ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. എക്സാമിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. PSCന്റെ ഓൺലൈൻ എക്സാംസ് എല്ലാം നടക്കാറ് PSCയുടെ ഡിസ്ട്രിക്ട് ഓഫീസിൽ വെച്ചായിരിക്കും. PSCക്ക് എല്ലാ ഡിസ്ട്രിക്ട് ഓഫീസിലും ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഡിസ്ട്രിക്ട് ഓഫീസിലും PSCക്ക് ഓൺലൈൻ എക്സാമിനേഷൻ സെന്റർ ആയിട്ടുണ്ട്. ആദ്യം കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കാലിക്കറ്റും ട്രിവാൻഡ്രം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ കാലിക്കറ്റ്, ട്രിവാൻഡ്രം, കാസർഗോഡ്, പാലക്കാട്, കോട്ടയം ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും PSC ഡിസ്ട്രിക്ട് ഓഫീസുകളിൽ ഓൺലൈൻ എക്സാമിനേഷൻ സെന്റർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഓരോ PSC ഓഫീസിലും എക്സാമിനേഷൻ സെന്ററിന്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. കോഴിക്കോട് കുറച്ച് വലിയൊരു PSC ഓഫീസ് എക്സാമിനേഷൻ സെന്റർ ആണ് ഉള്ളത്. അപ്പൊ അങ്ങനെയാണ് PSC ഡിസ്ട്രിക്ട് ഓഫീസിൽ വെച്ചിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അതിൽ 2 ബാച്ച് ആയിട്ടായിരിക്കും PSC എക്സാംസ് കണ്ടക്ട് ചെയ്യുക. ഒരേ ദിവസം തന്നെ 2 ബാച്ച് ആയിട്ട് എക്സാം ആയിട്ട് കണ്ടക്ട് ചെയ്യും. രാവിലത്തെ ബാച്ച് എന്ന് പറയുന്നത് ആദ്യത്തെ ബാച്ച് എന്ന് പറയുന്നത് 9 മണിയാണ്. 9 മണി മുതൽ 11:30 വരെയാണ് ബാച്ച് വരിക. അപ്പൊ ഫസ്റ്റത്തെ ബാച്ച് വരുന്ന ആളുകൾക്ക് 9 മണിക്ക് മുന്നേ PSC ഓഫീസിൽ എത്തിയിട്ട് 9 മണി കഴിയുന്നതിന് മുന്നേ PSC ഓഫീസിൽ എത്തിയിട്ട് നമ്മൾ അവിടെ നമ്മുടെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റേജിലോട്ട് കയറേണ്ടതാണ്. ദെൻ സെക്കൻഡ് ബാച്ച് വരുന്നത് 11:45 11:45 സെക്കൻഡ് ബാച്ചിന്റെ എക്സാംസ് വരിക. അപ്പോൾ ഈ 2 ബാച്ചുകളായിട്ടായിരിക്കും. ഈ ബാച്ചുകൾ എപ്പോഴാണ് നമുക്ക് അറിയാമെന്ന് ചോദിക്കുന്നത്, നമ്മളുടെ ഹാൾ ടിക്കറ്റ് വരുന്ന സമയത്ത് നമ്മളുടെ ബാച്ചിന്റെ ടൈമിങ് അതിൽ നമുക്ക് ഏത് സമയത്താണ് എക്സാം എന്നുള്ളത് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഈ മാസം ജൂലൈ 20-ാം തീയതിക്ക് ശേഷം നമുക്ക് ഹാൾ ടിക്കറ്റ് പ്രതീക്ഷിക്കാം. നമ്മൾ ഹാൾ ടിക്കറ്റ് വരുന്ന സമയത്താണ് നമുക്ക് അറിയാൻ പറ്റുക നമ്മൾ ഏത് എക്സാമിനേഷൻ ഹാളിലാണ് PSCയുടെ ഏത് ഓഫീസിലാണ് നമുക്ക്
പി എസ് സിയുടെ ഏത് എക്സാമിനേഷൻ ഹാളിലാണ് നമുക്ക് എക്സാമിനേഷനുള്ള സ്ലോട്ട് അലോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്, അത് ഏത് ബാച്ചിന്റെ ടൈമിലാണ് നമുക്ക് അലോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഈ 20-ാം തീയതി ഹാൾ ടിക്കറ്റ് വരുമ്പോൾ മാത്രമാണ് അറിയാൻ കഴിയുക. അപ്പൊ ഇങ്ങനെയാണ് ഓൺലൈൻ എക്സാംസിന്റെ ഒരു ഡീറ്റെയിൽ എന്ന് പറയുന്നത്. അപ്പൊ പല ആളുകളും ഓൺലൈൻ എക്സാം എന്ന് കേൾക്കുമ്പോൾ പേടിക്കുന്ന ആളുകളായിരിക്കും. ഇത് ഓൺലൈൻ എക്സാം ആണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക, നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയാലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറിച്ച് പല ആളുകൾക്കും നല്ല ആശങ്ക ഉണ്ടായിരിക്കും. പക്ഷെ ഓൺലൈൻ എക്സാം എന്ന് പറയുമ്പോൾ പൊതുവെ സിമ്പിളാണ്. നമ്മളുടെ ഒരു വ്യൂവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ എക്സാം OMR എക്സാമിനേക്കാളും സിമ്പിളായിട്ട് നമുക്ക് ഞാനൊക്കെ കാണുന്നത് OMR എക്സാമിനേക്കാളും സിമ്പിൾ ആയിട്ടാണ് ഓൺലൈൻ എക്സാം കാണുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ OMRൽ നമ്മൾ ജസ്റ്റ് ഒരു തവണ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തെറ്റ് പറ്റിയെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കതൊരു ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷെ PSCയുടെ ഈ ഓൺലൈൻ എക്സാം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ അല്ലേ 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് എപ്പോഴും നമ്മൾ എക്സാം കഴിഞ്ഞ് ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ആ എൻഡ് ടൈമിനുള്ളിൽ ഏത് ക്വസ്റ്റ്യൻസും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ആ ക്വസ്റ്റ്യനെ റെസ്പോൺസ് ക്ലിയർ ചെയ്ത് ഒഴിവാക്കണമെങ്കിൽ ക്ലിയർ ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. നമുക്ക് ആ ക്വസ്റ്റ്യൻ അതല്ല, നമ്മൾ ശരിയായ ഉത്തരം വേറെയാണെന്ന് നമുക്ക് എക്സാം എഴുതുന്നതിന്റെ ഇടയിൽ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കത് പോയി ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ലതാണ് ഈ ഓൺലൈൻ എക്സാമിന്റെ ഒന്നാമത്തെ പ്രത്യേകത. ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ടൈം കൺസ്യൂം ചെയ്യുന്നതിനെ കുറിച്ചാണ്. അതായത് നമ്മൾ ടൈം കൺസ്യൂം ആവും. നമ്മൾ ഓരോ ബബിളും നോക്കി കറുപ്പിക്കുന്ന സമയത്ത് നമ്മൾ തെറ്റാതെ ബബിൾസ് പുറത്തോട്ട് പോവാതെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ സമയം അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കും. പക്ഷെ ഓൺലൈൻ എക്സാം ആണെങ്കിൽ കീബോർഡ് ഉപയോഗിക്കില്ല, മൗസ് മാത്രം ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ മൗസ് ഉപയോഗിച്ച് ഓരോന്നും ഓരോ ആൻസറിന്റെ നേരെ ഉള്ള ഓപ്ഷൻസിൽ കൊണ്ടുപോയി ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കത് പെട്ടെന്ന് മാർക്ക് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാൻ പറ്റും. പിന്നെ ഇതേപോലെ തന്നെ എക്സാമിന്റെ നമ്മളുടെ ഓരോ ക്വസ്റ്റ്യൻസിലും നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് നമുക്ക് വീണ്ടും ഈ ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു ലാസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ നമുക്കത് അറ്റൻഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് വെക്കാം, അറ്റൻഡ് ചെയ്യാതെ മാർക്ക് ചെയ്ത് വെക്കാം. അപ്പൊ അങ്ങനെയെല്ലാം നമുക്കതിൽ മാർക്ക് ചെയ്ത് വെക്കുന്നത് കൊണ്ട് നമുക്ക് ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരിക്കൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമ്മൾ മാർക്ക് ചെയ്ത ആൻസേഴ്സിനെ നമുക്ക് ഈ എക്സാമിനേഷന്റെ റൈറ്റ് പാനലിൽ നിന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് അത് ആ ക്വസ്റ്റ്യനിലോട്ട് പോകാൻ പറ്റും. നമ്മളൊരു OMR ക്വസ്റ്റ്യൻ ആണെങ്കിൽ OMRൽ ഒരു ബുക്ക്ലെറ്റ് ആണെങ്കിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും മറിച്ച് വീണ്ടും നോക്കേണ്ട ഒരു സമയം നമുക്ക് അവിടെ നഷ്ടമാണ്. പക്ഷെ ഓൺലൈൻ എക്സാം ആണെങ്കിൽ അങ്ങനെ ഒരു നഷ്ടമോ കാര്യങ്ങളോ വരുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ആ ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ക്വസ്റ്റ്യനിലോട്ട് വീണ്ടും പോയിട്ട് നമുക്ക് വീണ്ടും ആൻസർ ചെയ്യാൻ ശ്രമിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കുറേ എക്സാമുകൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ നമുക്ക് ഓൺലൈനായിട്ട് എക്സാം എഴുതുമ്പോഴുള്ള ബെനിഫിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി ബെനിഫിറ്റ്സ് അല്ലാതെ നമുക്കൊരു ബുദ്ധിമുട്ട് എന്ന് പറയാനുള്ളത്, നമ്മൾ ഈ കമ്പ്യൂട്ടേഴ്സും മൊബൈൽസും ഒന്നും കൂടുതൽ ഉപയോഗിച്ച് പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് മേ ബി ഈ ടെക്നോളജി യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അതൊരു ബുദ്ധിമുട്ടായി തോന്നില്ല. കാരണം PSC എക്സാമിന് നമ്മൾ ഓൺലൈൻ എക്സാമിന് കയറുന്ന സമയത്ത് നമുക്ക് അവര് ഒരു ട്രയൽ എക്സാം അതിന്റെ മുന്നേ തന്നെ തരും. ഒരു 20 ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് ഒരു ട്രയൽ എക്സാം നമുക്ക് ആദ്യം അറ്റൻഡ് ചെയ്ത് നമുക്ക് ഇത് എങ്ങനെയാണ് ഇതിന്റെ പ്ലാറ്റ്ഫോം വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഓൺലൈൻ എക്സാമിന്റെ ഒരു മോക്ക് ടെസ്റ്റ് പോലെ തന്നെ നമുക്കൊരു എക്സാം അവിടെ തരും. അപ്പൊ നമുക്ക് അത് അറ്റൻഡ് ചെയ്യാം. എങ്ങനെയാണ് ഓരോന്ന് ചെയ്യുന്നതും എക്സാം കഴിയുന്ന രീതിയിൽ എങ്ങനെ സംഭവിക്കും, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവർ പറഞ്ഞു തരാൻ ആളുണ്ടാവും. എക്സാമിനേഷൻ സെന്ററിൽ ആളുകൾ ഉണ്ടാവും. അപ്പൊ കറക്റ്റ് സമയത്തിന് മുന്നേ എത്തിക്കഴിഞ്ഞാൽ നമ്മളൊരു ഹാളിലോട്ട് ഇരുത്തിയിട്ട് നമ്മളുടെ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യും. പ്രൂഫും കാര്യങ്ങളൊക്കെ നോക്കി ഹാൾ ടിക്കറ്റ് ഒക്കെ നോക്കി വെരിഫൈ ചെയ്തും അതിനുശേഷമായിരിക്കും നമ്മളുടെ ഈ എക്സാമിനേഷൻ ഹാളിലോട്ട് നമ്മളെ കയറ്റി വിടുക. അപ്പൊ ഇങ്ങനെയാണ് എക്സാമിനേഷന്റെ ചെറിയൊരു ഡീറ്റെയിൽ. അപ്പോൾ ഇനി കൂടുതൽ സംശയമുള്ള ആളുകൾക്ക് ഇതിനിടയിൽ കമന്റ് ചെയ്ത് ചോദിക്കാം, നമ്മൾ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളോട് തന്നെ ഡയറക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഓഗസ്റ്റ് 3-ാം തീയതി എക്സാമിനേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സീയിങ് ടീച്ചറിന്റെ പാലക്കാട് UPSന്റെ ഈ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈൻ കോച്ചിങ് നൽകുന്നുണ്ട്. ഫസേര ഫാഷന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആപ്പിലൂടെ ഈ കോച്ചിങ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ഫുൾ സിലബസ് ബേസ്ഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളും എത്ര തവണ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഒരു തവണ കണ്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ആ ക്ലാസ്സുകളെ വീണ്ടും നിങ്ങൾക്ക് അത് കണ്ടിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ക്ലാസ് എടുക്കുന്നത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. ഫുള്ളി സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ.
എല്ലാ ക്ലാസ്സുകളുടെയും PDF നോട്ട്സും നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. നോട്ട്സ് നോക്കി പഠിക്കുന്ന ഒരാളാണെങ്കിൽ ആ നോട്ട്സ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആപ്പിലൂടെ തന്നെ നോട്ട്സ് ഉപയോഗിച്ചും പഠിക്കാൻ പറ്റും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മോക്ക് ടെസ്റ്റ് സീരീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മോക്ക് ടെസ്റ്റുകൾ ഓരോ ചാപ്റ്റർ ബേസ്ഡ് മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാക്സിമം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോച്ചിങ് ആണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ബാച്ച് റണ്ണിങ് ആണ്. ഇനി ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് 1 മാസത്തെ സമയമാണ് ഇനി പെൻഡിങ്ങിലുള്ളത്. അപ്പോൾ 1 മാസം കൊണ്ടും സുഖമായിട്ട് എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു സിലബസേ സിയും ടീച്ചർ UPSനുള്ളൂ. അത്രയും സിമ്പിളാണ്. ഇപ്പോൾ കേട്ടറ്റൊക്കെ എഴുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് മോസ്റ്റ്ലി സിമ്പിൾ ആയിരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്താൽ കിട്ടാവുന്ന കേസുള്ളൂ. കൂടുതൽ കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ നിങ്ങൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പർ ഉണ്ട്. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും. അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ആപ്പിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആപ്പിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആപ്പിലൂടെ ജസ്റ്റ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഡെമോ ക്ലാസ്സസും കാര്യങ്ങളും നമ്മുടെ യൂട്യൂബ് ചാനലിലും ആപ്പിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. അതേപോലെ തന്നെ നെക്സ്റ്റ് സെപ്റ്റംബറിൽ ഇനി പാർട്ട് ടൈം ടൈലറിംഗ് ഇൻസ്ട്രക്ടർ എക്സാം വരുന്നുണ്ട് സോഷ്യൽ ജസ്റ്റിസിന്റെ. അതിന്റെ കോച്ചിങ്ങും ഇപ്പോൾ ബാച്ച് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇംഗ്ലീഷിലായിരിക്കും എക്സാം. അപ്പോൾ ഇംഗ്ലീഷിലായിട്ടുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അതിന്റെ ക്ലാസ്സും ഇപ്പോൾ റണ്ണിംഗ് ആണ്. അതിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് കേട്ടറ്റിനെ കുറിച്ചാണ്. കേട്ടറ്റ് എഴുതിയെടുക്കാത്ത ആളുകളാണെങ്കിൽ സീയിങ്ങിന്റെ കേട്ടറ്റിന്റെ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ട് ക്ലാസ്സുകൾ നമ്മളെ അടുത്ത് അവൈലബിൾ ആണ്. നമ്മുടെ ആപ്പിൽ കോഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ആപ്പിൽ കയറി കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിച്ചേരും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.